അപ്പോൾ ദേ ഇന്ന് നമുക്കൊരു കൂർക്ക മസാലക്കറി ആയാലോ? ഇപ്പോൾ കൂർക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും കൂർക്കയായിരിക്കും അല്ലേ? കൂർക്കയുടെ തൊലി കളയാനുള്ള ബെസ്റ്റ് ഐഡിയ ആണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ എല്ലാ തൊലി പോയി കിട്ടും. ഇങ്ങനെ ഇതേ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ നമുക്ക് മെല്ലെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതേ നമ്മുടെ കഴുകി വെച്ച കൂർക്ക നമ്മൾ കുക്കറിൽ ഉപ്പിട്ടിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ പരിപാടി വേഗം തീരുമല്ലോ. പിന്നെ ഇതേ നമ്മൾ തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെയൊക്കെ തന്നെയാണ്, ചിക്കന് പകരം നമ്മൾ കൂർക്ക ഇടുന്നതെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ദേ ഈ ഗ്രേവി സെറ്റായതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ച് കൂർക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടെ കിടന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങ സെറ്റാക്കാം. കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് നല്ല ബ്രൗൺ കളറാക്കി എടുത്ത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ തേങ്ങയും കൂടി വെച്ച് തിളപ്പിച്ച നമ്മുടെ കൂർക്ക മസാലക്കറി റെഡി. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.